റസൂൽ പൂക്കുട്ടിയെ സജന നല്ല വൃത്തിക്ക് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അയാൾ പേടിച്ചിട്ടാണ് അയാൾ റിയാക്ഷനൊന്നും ഇടാതിരിക്കുന്നത്. മാത്രമല്ല അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്തോ ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്ത ഒരാൾ അയാൾ ഒരുപാട് ഉപദ്രവിച്ചു എന്നൊക്കെ ഉള്ളതിൽ അയാൾ ഭയങ്കര ഇതിലാണ്. അയാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നോട് പറഞ്ഞ് അയാളെ ഉപദ്രവിക്കരുത്, അയാളെ കുടുംബത്തിനെ ഉപദ്രവിക്കരുത്. സജന അയാളെ ഒരുപാട് വേദനിപ്പിച്ചു. സജന കാരണം അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ സജനെ പോലെ ഒരു ഫ്രോഡ് വന്നിരുന്ന് ഇല്ല അലിഗേഷൻ പറഞ്ഞതിന്റെ പുറത്ത് ഇത്രയും ആളുകൾ പോലീസ് റെയ്ഡ്, ഇതുപോലെ ടെസ്റ്റ് റിപ്പോർട്ട് കാണിക്കുക, ഇതൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ മനുഷ്യനുണ്ടാകുന്നത്. ഹലോ ഗൈസ്, അതെ, ഈ 2 ആഴ്ചത്തെ എന്താ പറയാ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഞാൻ വന്നിന്ന് പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ആളുകളെ ബോധ്യപ്പെടുത്തുന്നത്, അതിന്റെ ആവശ്യം എന്താന്നൊക്കെ. യെസ്, ആവശ്യമുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ന് നമുക്കെതിരെ വരുന്ന ആരോപണങ്ങൾ പെട്ടെന്ന് പേടിയോടെയും ഭയത്തോടെയും കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിൽ നിന്നൊന്നും പിന്തിരിയാതെ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുക. 2 ആഴ്ചത്തെ എൻ്റെ ജോലികളും നടന്നിട്ടില്ല, അതുകൊണ്ടിട്ട് അതിനകത്ത് വരുമാനം ഉണ്ടായില്ല. പക്ഷെ ഇനി മുതൽ ഞാൻ വിചാരിച്ചു കുറേ ഇന്റർവ്യൂസ് കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് കാശ് കിട്ടുമല്ലോ. ഇപ്പം എല്ലാവരും എന്നെ വിളിക്കുന്നുണ്ട്. ഇപ്പം ആരുടെയും ബ്ലാക്ക് മെയിൽ ഇല്ല, ഇപ്പം ആരുടെയും എന്താ പറയുക ബ്ലോക്കിംഗ് ഇല്ല, ഒന്നുമില്ല. അപ്പം ഞാൻ പ്രസ് മീറ്റ് നടത്തിയ സമയത്ത് ഞാൻ എന്നെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇരുന്നത്. എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ടിട്ടുള്ള ടെസ്റ്റ് റിപ്പോർട്ട് ഞാൻ എടുത്തു. ഉള്ളൂർ DDRCയിലാണ് ചെയ്തത്. കണ്ണിക്കണ്ട DDRCകളിൽ നിന്ന് നോക്കിയിട്ട് കാര്യമില്ല. ഉള്ളൂർ DDRCയിൽ തന്നെ പോയിട്ട് പ്രത്യേകിച്ച് അക്സസ് നമ്പർ 4182ZF009906 ഈ അക്സസ് നമ്പർ തന്നെ വെച്ചാലേ ദിയാസനയുടെ പ്രൊഫൈല് ദിയാസനയുടെ റിപ്പോർട്ട് ഓൺ ആവത്തുള്ളൂ. പിന്നെ ഹൈ ക്വാളിറ്റി ഓഫ് ടെസ്റ്റുകളുണ്ട്. അത് ചെയ്യാനത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് DDRC പോലുള്ള സ്ഥലത്തല്ല ചെയ്യുന്നത്. അത് ഗവൺമെന്റ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകളിൽ SUT പോലുള്ള ഹോസ്പിറ്റലുകളൊക്കെയാണ് അത് ചെയ്യുന്നത്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തിന് ബോഡി കണ്ടീഷൻ വീക്കാവുന്ന സാഹചര്യത്തിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന്റെ നിർദ്ദേശപ്രകാരം ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട അതിന്റെ നിർദ്ദേശപ്രകാരമുള്ള ടെസ്റ്റ് ഹെൽത്ത് വൈസ് ആ ടെസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കും അതിന്റെ പ്രിപ്പറേഷനോട് കൂടിയുള്ള ഇത് കൊടുക്കണം. എന്താ പറയാ ഡോക്ടർ കൺസൾട്ടിങ് പേപ്പർ കൊടുക്കണം. എന്നാൽ അത് ചെയ്യും അതിന്റെ ആവശ്യകത ഉണ്ടെങ്കിൽ. ഇല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എന്താ പറയാ ഏതെങ്കിലും തരത്തിലുള്ള വലിയ വലിയ കേസുകൾ വരുന്ന സമയത്ത് അത്രയും വലിയ മാരക ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരാളാണെന്നുള്ള തോട്ട് ഉണ്ടെങ്കിൽ അവർക്ക് പോലീസുമായി ബന്ധപ്പെട്ട് അതും അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കൊടുക്കുന്ന റിക്വസ്റ്റിന്റെ പുറത്ത് ഈ പറഞ്ഞ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. തോന്നിയ പോലെ വീട്ടിൽ കുത്തിയിരുന്ന് വെറുതെ വായിട്ടലയ്ക്കുന്ന ഒരു സാധനമല്ല. ഈ അലിഗേഷൻ തുടങ്ങിയ സമയം മുതൽ നല്ല വൃത്തിക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കുറെ. കാരണം എങ്ങനെയും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് നമ്മൾ കാണിക്കണം, നമ്മൾ ഗിവപ്പ് ചെയ്യരുത് എന്നുള്ള ഉദ്ദേശം തന്നെയായിരുന്നു. പക്ഷെ ഞാൻ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സജന ഒരു കാര്യം പറഞ്ഞിരുന്നു എന്റെ പോസ്റ്റിന്റെ അടിയിൽ. ഓക്കെ പോട്ടെ, ഈ ടെസ്റ്റ് റിപ്പോർട്ട് അവിടെ കിടക്കട്ടെ, ടെസ്റ്റ് റിപ്പോർട്ടിനെ വിട്. എന്റെ വീട്ടിൽ കയറി എക്സൈസ് കമ്മീഷണറുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരമുള്ള ഒരു റെയ്ഡ് ഉണ്ടായിരുന്നു. രാവിലെ 6:30 മണിക്ക് എനിക്ക് മാത്രമല്ല സജനയുടെ സൗഹൃദ വലയത്തിൽപ്പെട്ട പലർക്കും ഉണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സജന എനിക്കെതിരെയാണ് MDMA എന്ന് പറയുന്ന ഒരു ആരോപണം ഉന്നയിച്ചത്. എൻ്റെ വീട്ടിലാണ് വന്നിരുന്നതെന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പിന്നെ മനസ്സിലാവും. കാരണം ഈ പബ്ലിക്കിൻ്റെയൊക്കെ കുറേ ക്വസ്റ്റ്യനും എന്തായാലും സൈബർ എടുത്ത് റസൂൽ പൂക്കുട്ടിയുടെയും സജനയുടെയും വിഷയം മറയ്ക്കാൻ വേണ്ടിയിട്ടിട്ട ആ ഒരു അവളുടെ ഒരു ഇത് പവർ അതങ്ങ് സക്സസ് ആയി. അപ്പം എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇവരിവിടെ നിന്ന് എഴുതി തന്നിട്ട് പോയതാണ് ക്ലിയർ ചീറ്റ്. ഇത് ക്ലിയർ ചീറ്റ് സർട്ടിഫിക്കറ്റ് ആണ്. എൻ്റെ വീട്ടിൽ വന്ന് പോയി ഇവിടുന്ന് വ്യാജനൊന്നും കിട്ടിയിട്ടില്ല. എന്നെയും ഒക്കെ പരിശോധിച്ചിട്ടാണ് വളരെ ക്ലിയർ കട്ടായിട്ട് പോയത്. എക്സൈസ് കമ്മീഷണറുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം വന്നതാണ്. മറ്റു പലർക്കും പ്രതികരിക്കാൻ പറ്റിയിട്ടില്ല, കാരണം അവർക്ക് നാണക്കേടുണ്ടേ. ഇതുപോലുള്ള ഒരു ഫ്രോഡ്, ഒരു സജനയെ പോലെ ഒരു ഫ്രോഡ് വന്ന് ഒരു ഫേക്ക് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു, അത് പരാതിയായിട്ട് പോലീസിന് കൈമാറുന്നു, അതിൻ്റെ പേരിൽ ഒരു അന്വേഷണം വരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇതെനിക്ക് മാത്രമല്ല പലർക്കും ഒരേ സമയം 6:30 പുലർച്ചെ 6:30 കേട്ടോ, 26-ാം തീയതിയുടെ അന്ന് രാവിലെ 6:30 മണിക്ക് നടന്ന വിഷയമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം
ഒരു അഭിമാന പ്രശ്നം, ഒരു 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 അന്തസ്സിലുമല്ല ഇത് പറയുന്നത്. വളരെ വളരെ വലിയ രീതിയിൽ നാണം കെട്ട് നിന്ന ഒരു സന്ദർഭമായിരുന്നു അത്. കാരണം ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു സ്ത്രീ ഒറ്റയ്ക്ക് നിൽക്കുന്ന വീട്ടിൽ പോലീസുകാർ വരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ആ പോലീസുകാരുടെ സമീപനം എൻ്റെ അടുത്ത് മോശമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു പോലീസുകാരുടെ സമീപനം ഉണ്ടായിരുന്നത്. മേ ബി എൻ്റെ റിയാക്ഷൻ ആയിരിക്കാം, അവർ സംസാരിക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന റിയാക്ഷൻ കൊണ്ടായിരിക്കും എനിക്കത് കിട്ടിയിട്ടുണ്ടാവുക. എല്ലാവരുടെ അടുത്തും അതന്നെ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പലരും അവരുടെ പ്രശ്നങ്ങളെ പറ്റിയിട്ട് പലയിടത്തും റെയ്ഡുകൾ നടന്നതുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വലിയ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ സാഹചര്യങ്ങളുള്ള ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സജനെ പോലെ ഒരു ഫ്രോഡ് വന്നിരുന്ന് ഇല്ല അലിഗേഷൻ പറഞ്ഞതിന്റെ പുറത്ത് ഇത്രയും ആളുകൾ പോലീസ് റെയ്ഡ്, ഇതുപോലെ ടെസ്റ്റ് റിപ്പോർട്ട് കാണിക്കുക, ഇതൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ മനുഷ്യനുണ്ടാകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം. അത് എന്തുകൊണ്ട് എന്നുള്ളത്. ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിൽ ഇടപെടുന്ന മനുഷ്യനെന്നുള്ള നിലയ്ക്ക് നമ്മളൊക്കെ ഇതെന്തിനാണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്? ഇതുപോലുള്ള ഒരു സ്ത്രീയെ, ഈ ഫ്രോഡായ സ്ത്രീയെ, ഒരുപാട് ആളുകളെ ചീറ്റ് ചെയ്ത് കാശ് തട്ടിച്ച് ഇന്നും റസൂൽ പൂക്കുട്ടിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ സ്ത്രീയെ ആണ് സപ്പോർട്ട് ചെയ്തത് ഞാൻ. ഈ സ്ത്രീയെ ഹെൽപ്പ് ചെയ്യാൻ പോയതിനാണ് ഞാൻ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എൻ്റെ കുറേ സുഹൃത്തുക്കൾ ഇങ്ങനെ ചോദിച്ചു, ഞാൻ ഇത് ഏറ്റെടുത്തു. യെസ്, ഞാനത് ഏറ്റെടുത്തു. അപ്പോൾ ഇവൾ ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞത് തെളിയിച്ച, ഇത് പ്രൂവ് ചെയ്ത, പോലീസ് തെളിയിക്കട്ടെ. പോലീസ് തെളിയിച്ച ക്ലിയർ ചിറ്റ് സർട്ടിഫിക്കറ്റ് ആണ് സജന കാണിച്ചത്. നീ ഒരു കാര്യം ചെയ്യ്, നീ പറഞ്ഞത് മാതിരി പബ്ലിക്കിൽ വന്ന് നീ അപ്പോളജി ചെയ്യാന്നോ, നീ നിന്റെ തെറ്റ് സമ്മതിക്കാന്നോ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ എൻ്റെ വിഷയത്തിനകത്ത് ഞാൻ സജനയ്ക്കെതിരെ എഫ്ഐആർ ഇട്ടു. സജനയുടെ വിഷയം വളരെ കൃത്യമായി സജന മാനിപ്പുലേറ്റ് ചെയ്ത് CM-നെ അറിയിച്ചു. ഞാൻ മുഖ്യമന്ത്രിയെ അറിയിച്ചു, അതുപോലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ അറിയിച്ചു, അതുപോലെ എക്സൈസ് മിനിസ്റ്ററെ ലിജു സാറിനെ ഒക്കെ പോയി കണ്ട് അവരുടെ അടുത്ത് കൃത്യമായി അവതരിപ്പിച്ച് എനിക്കുണ്ടായ പ്രശ്നത്തിന്മേൽ അവർ കൃത്യമായിട്ടുള്ള ആക്ഷൻ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് നൽകി. എനിക്ക് ത്രട്ടനുണ്ട്. ഇവള് ഞാൻ കൊടുത്ത കേസിലെ ആൾക്കാരുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഗ്രൂപ്പായിട്ട് നിന്നിട്ട് എന്നെ സജന അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഫോൺ കോൾസും ത്രെട്ടണിങ്ങും, എന്നെ ഇറങ്ങി വരാനും, എന്നെ വെട്ടിക്കൊന്നളയോന്നോ വെട്ടിക്കീറിക്കളയോന്നോ എൻ്റെ കുടുംബത്തെ നശിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോൾസൊക്കെ എനിക്ക് 23-ാം തീയതി ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഞാൻ കൊണ്ടുപോയി FIR രജിസ്റ്റർ ചെയ്തു. സജനയ്ക്കെതിരെയും എന്നെ ത്രെട്ടൺ ചെയ്ത ആളിനെതിരെയും കൃത്യമായിട്ടുള്ള FIR മ്യൂസിയം പോലീസ് സ്റ്റേഷൻ എടുത്തിട്ടുണ്ട്. ഞാൻ അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്ത് ഞാനിപ്പോൾ ഡിഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് കോടതി മുഖാന്തരം. അതേപോലെ തന്നെ ഞാൻ സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സജനയായിട്ട് 2 വീഡിയോകൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. റസൂൽ പൂക്കുട്ടി സജനയുടെ കൺക്ലൂഷൻ കൂടെ പറയാം. റസൂൽ പൂക്കുട്ടിയെ സജന നല്ല വൃത്തിക്ക് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അയാൾ പേടിച്ചിട്ടാണ് അയാൾ റിയാക്ഷനൊന്നും ഇടാതിരിക്കുന്നത്. മാത്രമല്ല അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്തോ ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്ത ഒരാൾ അയാൾ ഒരുപാട് ഉപദ്രവിച്ചു എന്നൊക്കെ ഉള്ളതിൽ അയാൾ ഭയങ്കര ഇതിലാണ്. അയാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നോട് പറഞ്ഞ അയാളെ ഉപദ്രവിക്കരുത്, അയാളെ കുടുംബത്തിനെ ഉപദ്രവിക്കരുത്. സജന അയാളെ ഒരുപാട് വേദനിപ്പിച്ചു. സജന കാരണം അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അയാളുടെ ലൈഫേ മൊത്തത്തിൽ പോയിരിക്കുന്ന അവസ്ഥയാണ്. അയാൾ ഈ പറഞ്ഞത് മാതിരി വർക്ക് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അയാളിനി അയാളുടെ കുടുംബവും മറ്റും നോക്കി മുന്നോട്ട് പോവും. എനിക്ക് പറ്റിയ വലിയൊരു പാകപ്പഴിയും തെറ്റാണ് സജന എന്നൊക്കെ പറഞ്ഞു. എത്രത്തോളം വസ്തുത ഉണ്ടെന്നൊന്നും അറിയില്ല. അപ്പം അയാൾ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ കാര്യം കൂടി ഞാൻ നിങ്ങളൊന്ന് ബോധിപ്പിച്ചാണ്. സോ താങ്ക് യു ഗൈസ്, ബൈ. സജന തന്നെയാണ് അവർ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് പബ്ലിക്കിലേക്ക് ഇട്ടത്. അത് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തു. സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത സമയത്ത് ഇവരൊരു 9 വീക്സ് പ്രഗ്നൻസി എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ അത് പബ്ലിക് ആവുകയും അതിൻ്റെ മേലിൽ ഇവിടെ എന്താ പറയുക, സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് അവരെ ചോദ്യം ചെയ്യാനൊക്കെ തുടങ്ങിയ സാഹചര്യത്തിൽ ആ വിഷയത്തിന്മേൽ ഫിറോസ് ഖാൻ, അതായത് സജനയുടെ ഹസ്ബൻഡ് പ്രതികരിച്ചത് ഇവർക്കെതിരെയുള്ള തെളിവുകളായിട്ടായിരുന്നു. റസൂൽ പൂക്കുട്ടിക്കെതിരെയും സജനയ്ക്കെതിരെയുള്ള വ്യാപകമായ തെളിവുകൾ വെച്ചിട്ടായിരുന്നു അവർ സോഷ്യൽ മീഡിയയിൽ വന്നത്. ആ തെളിവുകൾ അതായത് സുഹൃത്തുക്കൾ, സജനയുടെ സുഹൃത്തുക്കളായ ആളുകൾ ഫിറോസ് ഖാന് കൈമാറി. അതാണ് അവരുടെ പ്രശ്നമെന്നാണ് അവർ പൊതുസമൂഹത്തിന് മുമ്പിൽ അറിയിച്ചത്. എക്സാക്ട്ലി യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യയും ആയിട്ടുള്ള വിഷയത്തിൽ, അതായത് ഭാര്യയെ ഈ പറഞ്ഞതുപോലെ അവരിതൊക്കെ വല്ലതും അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പ്രശ്നമുള്ള ആളാണ്, അവർക്ക് ആരോഗ്യസ്ഥിതി മോശമായിട്ടുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ അവരിത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വല്ലതും പറ്റിപ്പോയി കഴിഞ്ഞാൽ നീ അതിന് സമാധാനം പറയണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ എൻ്റെ അടുത്ത് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, അവർക്ക് എന്ത് പറ്റിയാലും എനിക്കൊരു കുഴപ്പമില്ല, അവർ ചത്തുപോകണമെങ്കിൽ ചത്തുപോട്ടെ, അങ്ങനെ രീതിയിൽ അവരെൻ്റെ അടുത്ത് സംസാരിച്ചു. അവിടെയാണ് ഞാൻ ഈ സ്ത്രീയും തമ്മിൽ പ്രശ്നം യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഭർത്താവ് അവരുടെ കുഞ്ഞിനെ യൂസ് ചെയ്തെന്ന് പറയും, അയാൾ വല്ല രീതിയിൽ ഇവളെ ഉപദ്രവിച്ചാലെന്നൊക്കെ ഉള്ള രീതിയിൽ അവൾ പറഞ്ഞു. അപ്പം
അതൊക്കെ ഭയങ്കര വലിയ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം അതെന്നെ നല്ല രീതിയിൽ ബാധിച്ചു. ഞാനത് റിയാക്ട് ചെയ്തു. അവിടെ വെച്ചിട്ട് അവരുടെ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ആവുകയാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഈ സംഭവം വരുന്നത്. അതായത് ഈ പ്രഗ്നൻസി വരുന്നു, അത് ഫേക്ക് ആണെന്ന് പറയുന്നു. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ സജന പരാതി കൊടുക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന ഈ ഫോട്ടോ ആരോ ഇത് ചെയ്തതാണെന്നും മോർഫ് ചെയ്തതാണെന്നും ഇത് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ട് വന്നതാണെന്നൊക്കെയുള്ള രീതിയിലുള്ള പരാതി കൊടുത്തു. ശരിക്കും അവർ തന്നെയാണ് അത് ചെയ്തത്. ഇവരിങ്ങനെ റസൂൽ പൂക്കുട്ടിയെ ത്രട്ടൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നിടും. അയാൾ വന്ന് എന്തെങ്കിലും ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് അതിനങ്ങ് മാറ്റും. അയാളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണിത്. ായിട്ടല്ല എനിക്ക് പ്രശ്നമുള്ളത്. എക്സാക്ട്ലി പ്രശ്നമുള്ളത് സജനയുമായിട്ടാണ്. സജനയാണ് എനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചത്. ഞാനൊരു MDMA ഉപയോഗിക്കുന്ന ആളാണ്, ഞാനൊരു MDMA കാരിയറാണ്. അതുപോലെ ഞാൻ MDMA കുട്ടികൾക്ക് കൊടുക്കുന്നു, അവർക്ക് തിന്നാൻ കൊടുത്തു, ബിഗ് ബോസ് താരങ്ങളുമായി അവരുടെ വീട്ടിൽ പോയിരുന്നു എന്നൊക്കെയുള്ളതായിരുന്നു അവരുടെ മേൽ അവരെനിക്കെതിരെയുള്ള ആരോപണം. ഈ ആരോപണത്തിൻ്റെ പേരിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സോഷ്യൽ മീഡിയയിൽ സൈബർ ഇടങ്ങളിലൊക്കെ എനിക്ക് വളരെ വലിയ രീതിയിൽ വ്യാപകമായിട്ടുള്ള ബുള്ളിങ് നേരിടേണ്ടി വന്നു. ഇതൊന്നും ഐ തിങ്ക് ഒരു 2 ദിവസം എൻ്റെ ഒരു അവസ്ഥ വല്ലാത്തൊരു സാഹചര്യമായിരുന്നു. പിന്നെ ആ സമയം മുതലാണ് ഞാൻ ഇവർക്കെതിരെ ഈ ആരോപണത്തിനെതിരെ പരാതി കൊടുത്തതും. കാരണം ഇവർ പറഞ്ഞതുപോലെ ഒരു മാനിപ്പുലേറ്റഡ് കഥ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഒരു പുതിയ രീതിയിൽ അവർ വരുന്നു, അവർ പെട്ടെന്നൊരു കാര്യം പറയുന്നു, അത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നു. അവരുടെയും റസൂൽ പൂക്കുട്ടിയുടെയും പേഴ്സണലായിട്ടുള്ള കാര്യം മറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ഇങ്ങനൊരു ആരോപണം എനിക്കെതിരെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ശ്രദ്ധ എന്നിലേക്ക് വരികയും അത് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തു. സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത സമയത്ത് ഇവരൊരു 9 വീക്സ് പ്രഗ്നൻസി എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ അത് പബ്ലിക് ആവുകയും അതിൻ്റെ മേലിൽ ഇവിടെ എന്താ പറയുക, സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് അവരെ ചോദ്യം ചെയ്യാനൊക്കെ തുടങ്ങിയ സാഹചര്യത്തിൽ ആ വിഷയത്തിന്മേൽ ഫിറോസ് ഖാൻ, അതായത് സജനയുടെ ഹസ്ബൻഡ് പ്രതികരിച്ചത് ഇവർക്കെതിരെയുള്ള തെളിവുകളായിട്ടായിരുന്നു. റസൂൽ പൂക്കുട്ടിക്കെതിരെയും സജനയ്ക്കെതിരെയുള്ള വ്യാപകമായ തെളിവുകൾ വെച്ചിട്ടായിരുന്നു അവർ സോഷ്യൽ മീഡിയയിൽ വന്നത്. ആ തെളിവുകൾ ഞങ്ങൾ, അതായത് സുഹൃത്തുക്കൾ, സജനയുടെ സുഹൃത്തുക്കളായ ആളുകൾ ഫിറോസ് ഖാന് കൈമാറി. അതാണ് അവരുടെ പ്രശ്നമെന്നാണ് അവർ പൊതുസമൂഹത്തിന് മുമ്പിൽ അറിയിച്ചത്. എക്സാക്ട്ലി യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യയും ആയിട്ടുള്ള വിഷയത്തിൽ, അതായത് ഭാര്യയെ ഈ പറഞ്ഞതുപോലെ അവരിതൊക്കെ വല്ലതും അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പ്രശ്നമുള്ള ആളാണ്, അവർക്ക് ആരോഗ്യസ്ഥിതി മോശമായിട്ടുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ അവരിത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വല്ലതും പറ്റിപ്പോയി കഴിഞ്ഞാൽ നീ അതിന് സമാധാനം പറയണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ എൻ്റെ അടുത്ത് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, അവർക്ക് എന്ത് പറ്റിയാലും എനിക്കൊരു കുഴപ്പമില്ല, അവർ ചത്തുപോകണമെങ്കിൽ ചത്തുപോട്ടെ, അങ്ങനെ രീതിയിൽ അവരെൻ്റെ അടുത്ത് സംസാരിച്ചു. ഇത് യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങളാണ് ഞാൻ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് റസൂൽ പൂക്കുട്ടിയെ പോലെ ഒരാൾ നമ്മളിൽപ്പെട്ട പലരോട് സംസാരിച്ചിരിക്കുന്ന കുറേ പോയിന്റുകളുണ്ട്. അതായത് അയാളുടെ അടുത്ത് നിന്ന് 40 ലക്ഷം രൂപ ഇതിനോടകം അവർ വാങ്ങിച്ചു, അയാളെ ഉപദ്രവിച്ചു, അയാളെ ഇതേപോലെ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇട്ടത്. പക്ഷേ ഒരു സമയത്ത് അയാൾക്ക് എന്തോ ഈ ത്രെട്ടണിങ്ങിനൊക്കെ, അവളുടെ ത്രെട്ടണിങ് ഭയന്നിട്ട് അവൾക്കൊപ്പം നിൽക്കേണ്ട സാഹചര്യം വന്നു. ഇന്ന് അയാൾക്ക് പ്രതികരിക്കാൻ പോലും പറ്റാതിരിക്കുന്നത് അവളുടെ ത്രെട്ടണിങ്ങിനെ പേടിച്ചുകൊണ്ടാണ്. അപ്പം ഇതുവരെയ്ക്കും ആരും സംസാരിച്ചില്ല. ഞാൻ 2 ദിവസം മുമ്പ് അയാളുടെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് അയാൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, എനിക്ക് പ്രശ്നമുണ്ട്, കാരണം ഇവള് എന്തെങ്കിലും സൂയിസൈഡ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞൊക്കെ അയാളെ പേടിപ്പിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. ഒന്നത്തെ കാര്യം, ഇവർ തമ്മിലുള്ളതിനകത്ത് പണമിടപാട് നടന്നിരിക്കുന്നു, കൺസെന്റ് റിലേഷൻഷിപ്പ് നടന്നിരിക്കുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുമോ, അല്ലെങ്കിൽ അവൾ സൂയിസൈഡ് ചെയ്യുമോ എന്നുള്ള പരാതി കൊടുക്കുമോ എന്നൊക്കെ ഉള്ളത് കൊണ്ടിട്ട് അയാൾ അതിൽ പാനിക്കായി നിൽക്കണം എന്ന് പറയുന്നതിനകത്ത് ലോജിക്കില്ല. അതുപോലെ ഇത്രയും വലിയൊരു കലാകാരന് ഇതിനെ പറ്റിയിട്ടൊക്കെ ഉള്ളൊരു ബോധമില്ലേ? അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം അയാളുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒതുങ്ങിയിരിക്കണമെന്ന് തോന്നുന്നു. അയാളെ ഞാൻ നല്ലതൊന്നും പറയുന്നില്ല, അയാൾ ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. പക്ഷെ അത് അയാൾക്കൊരു ആവശ്യം തന്നെയാണ്. കാരണം അയാൾ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകളെ എടുക്കുമ്പോഴത്തേക്ക് അയാൾ ചൂസ് ചെയ്ത് അയാൾക്ക് എടുത്തൂടെ? അയാളുടെ അടുത്ത് വന്ന് സഹകരിക്കുന്ന പോലും, സജനയുടെ അടുത്ത് കമ്പനി ആവുന്നത് പോലും സജനയും ഫിറോസ് ഖാനും ഡിവോഴ്സായി എന്ന് പറഞ്ഞാൽ വരുന്നത്. അതുകൊണ്ട് ഇവരുടെ ഇടയിലെ പ്രശ്നം അറിയത്തില്ല. പക്ഷെ ഇവൾ പറഞ്ഞിട്ടുള്ളത് ഫിറോസ് ഖാൻ അബ്യൂസ് ചെയ്തു, ഫിറോസ് ഖാൻ ഉപദ്രവിച്ചു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ ഒരു കാര്യം ഉണ്ടായെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവൾ പ്രശ്നങ്ങൾ കൂടുതൽ ഗൗരവമായിക്കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, അതായത് ഇവൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റികൾ, ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റികൾ മറയ്ക്കാൻ വേണ്ടി നമ്മളെപ്പോലുള്ള ആളുകളെ കരുവാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവർ പർപ്പസായിട്ട് ഇവരുടെ ഭർത്താവിനെയും ഇവരെ ഉപദ്രവിക്കുകയാണെന്നും ഇവരുടെ ഭർത്താവിനെയും ഇവർ ചൂഷണം ചെയ്യുകയാണെന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് മനസ്സിലായത്. അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ട് നമുക്ക് ആർക്കും അറിയില്ല, അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. ബട്ട് ഫിറോസ് ഖാൻ സംസാരിച്ചിരിക്കുന്നത് അവർ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, ഇതേപോലെ തന്നെയായിരുന്നു. പുള്ളിക്കാരൻ്റെ റിലേഷൻഷിപ്പ് ആയതിനു ശേഷവും പല ആളുകളുമായിട്ട് അവർക്ക് ബന്ധമുണ്ടായിരുന്നു. ഇതൊക്കെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ അയാൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്നൊക്കെയാണ് അയാൾ സംസാരിക്കുന്നത്. ഇപ്പം അയാളുടെ മകനെ പോലും
അവൾ കാണിക്കുന്നില്ല, അത്രയ്ക്കും വലിയ ക്രൂരതയൊക്കെയാണ് കാണിക്കുന്നതെന്നാണ് അയാൾ പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ജീവനും സ്വത്തിനും സുരക്ഷ ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം എനിക്ക് ത്രെട്ടണിങ് ഉണ്ടായിട്ടുണ്ട്. ജൂൺ 6 സജൻ എന്നെ ഫോൺ ചെയ്തിട്ടുണ്ട്. ജൂൺ 23 എൻ്റെ പഴയ കേസിലൊരു പ്രതി എന്നെ വിളിച്ചിട്ടുണ്ട്. ഇവരുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് എന്നെ ത്രെട്ടൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പം അതിനെപ്പറ്റി സംസാരിച്ചു, അതിൻ്റെ സുരക്ഷ ഏർപ്പെടുത്താമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വന്ന അനധികൃതമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള റെയ്ഡുകളെ പറ്റിയിട്ടുള്ള അന്വേഷണം അവരെന്തായാലും കൃത്യമായിട്ട് നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. പല സുഹൃത്തുക്കൾക്കും ഇത് പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടെന്നും അവരുടെയൊക്കെ വീടുകളിൽ ഇത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് മുഖ്യമന്ത്രി ശ്രദ്ധപ്പെടുത്തി. അത് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അടുത്തും പെടുത്തിയിട്ടുണ്ടായി. അതുപോലെ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ അടുത്തും അത് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തി. ഇവരൊക്കെ പോയി കണ്ട് ഇതിൻ്റെയൊക്കെ പ്രൂഫും കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാൻ വന്ന് സംസാരിക്കുന്നത്. കുട്ടിയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഇവള് ഫോൺ ചെയ്ത് തെറി വിളിച്ചിട്ടുണ്ട്. സജന അയാളുടെ ഫോൺ ടാപ്പ് ചെയ്യുക, അയാളുടെ വാട്സപ്പ് അവളുടെ മൊബൈലിലേക്ക് ആക്കുക, എന്നിട്ട് ആളുകളെ വിളിക്കുക, തെറി വിളിക്കുക, അങ്ങനെ കുറേ സംശയത്തിൻ്റെ പുറത്ത് അയാൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലൊരു പിടലൊക്കെ ശരിക്കും പെട്ടിട്ടുണ്ട്. പക്ഷെ അയാളും കൂടെ നിന്നുകൊണ്ടാണ് സുഹൃത്തുക്കളായ നമുക്കെതിരെയും ആദ്യം നിന്നെന്നുള്ളതാണ്. ഇപ്പോഴാണ് അയാൾക്ക് അതിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാവുന്നതും അയാൾ പെട്ടു എന്നുള്ളത്. അയാൾ പേഴ്സണലി പോലും സംസാരിച്ചു, അയാളുടെ ഫാമിലിയൊക്കെ സംസാരിച്ചു. അവരൊക്കെ വല്ലാത്തൊരു കഷ്ടത്തിലാണുള്ളത് ശരിക്കും ഇവർ കാരണം. ഇത് റസൂൽ പൂക്കുട്ടി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്ന് എല്ലാവരും പറയുന്നു. പ്രതികരിക്കാത്തതിൻ്റെ കാരണം അവളുടെ ഭീഷണി തന്നെയാണ്. അവളിപ്പോഴും അയാളെ ഭീഷണിപ്പെടുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് എക്സ്ക്ലൂസീവായിട്ട് എനിക്ക് പറയാനുള്ളത് ആളുകളുടെ മുമ്പിൽ. അയാൾ നിസ്സഹായനായിട്ട് അവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത്. ഏത് നിമിഷവും അയാൾക്കും ത്രെട്ടണിങ് ഉണ്ടാവാന്നുള്ള രീതിയിലാണ് അയാളും എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ അയാൾ ഹീസ് UK, അയാളുടെ വൈഫിൻ്റെ ഒപ്പമാണുള്ളത്. അയാളുടെ കണ്ടീഷൻസും കുറച്ച് കോംപ്ലിക്കേഷൻസ് ആണ്. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. വീട്ടിൽ റെയ്ഡ് ഉണ്ടായി, എക്സൈസ് കമ്മീഷണറുടെ റെയ്ഡാണെന്ന് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇന്ന് എന്നെ ചോദ്യം ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ മാരക ലഹരിയായിട്ടുള്ള MDMA അടിച്ചു, MDMA ക്യാരിയറാണ്, MDMA കുട്ടികൾക്ക് കൊടുത്തു, MDMA തിന്നാൻ കൊടുത്തു, ഇങ്ങനെയൊക്കെയുള്ള പല ആരോപണങ്ങളുടെ പുറത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുത്തെ തൂഫാന്റെ ഭാഗമായിട്ട് ഇവിടെ നടക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഒരു സമയം ഇങ്ങനെ തീവ്രമായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആരുടെ മേലിലും എന്ത് ആരോപണവും നടത്താം. അതിൻ്റെ മേലിൽ ഒരു ആരോപണം കിട്ടിയാൽ മതി, അത് മീഡിയയ്ക്ക് ചർച്ച ചെയ്യാം എന്നുള്ളതിൻ്റെ പുറത്ത് ഞാനൊരു വിക്റ്റിമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും സുരക്ഷ ഉറപ്പ് നൽകിയ സാഹചര്യത്തിൽ ഞാൻ ഇരിക്കുന്നതിൽ എനിക്ക് ഭയങ്കര വലിയൊരു അഭിമാനമുണ്ട്. കാരണം ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി, അതുപോലെ ഹോം മിനിസ്റ്റർ, അതുപോലെ തന്നെ എക്സൈസ് വകുപ്പ് മന്ത്രി, ഇവരൊക്കെ ഞാൻ കാണുകയുണ്ടായി. അവിടെ നിന്നൊക്കെ അവരെനിക്ക് തിരിച്ചു തന്ന ഒരു ഉറപ്പും ഒരു വിശ്വാസവുമാണ് ഞാനിവിടെ അഭിമാനത്തോടുകൂടി ഇരിക്കുന്നത്. എന്നാൽ തന്നെയും എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയത്തിൻ്റെ തുടങ്ങുന്നത് ഒരു 16-ാം തീയതി, ജൂൺ 16-ാം തീയതി സജന നൂർ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് എനിക്കെതിരെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ചാനലിൽ തമ്മിലോടുകൂടി ഓക്കെ കറക്റ്റാണ് ഓക്കെ 16-ാം തീയതി ഇടന്ന് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിനകത്ത് ഒരു തമ്മിലോട് കൂടി എനിക്കെതിരെ ഈ പറഞ്ഞ മാരകമായിട്ടുള്ള MDMA ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഒരു തമ്മിലും എൻ്റെ ഫോട്ടോയും അതുപോലെ തന്നെ സജന നടത്തിയ പരാമർശവും MDMA ഉപയോഗിച്ചു. അവരുടെ വീട്ടിൽ വന്നു, അവരുടെ ആളുകളുമായിട്ട് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ ബ്ലഡ് ടെസ്റ്റിന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു, അത് ചലഞ്ച് ചെയ്തുകൊണ്ട് വിളിക്കുന്നു. എൻ്റെ ബ്ലഡ് ടെസ്റ്റ് നടത്തണം, എൻ്റെ ഹെയർ ടെസ്റ്റ് നടത്തണം, അല്ലെങ്കിൽ എൻ്റെ MDMA ഞാൻ ഉപയോഗിച്ചില്ല എന്ന് പ്രൂവ് ചെയ്യുന്ന ടെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞ് ആദ്യം ഒരു വീഡിയോ ഇടുന്നു. രണ്ടാമതൊരു വീണ്ടും വന്നിട്ട് അതൊക്കെ വിട്, നീ ടെസ്റ്റ് റിപ്പോർട്ട് ടെസ്റ്റ് നടത്ത്. ഇതിന്റെ പുറത്ത് ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ അടിസ്ഥാനത്തിൽ എനിക്ക് വന്നത് മാരകമായ സൈബർ ബുള്ളിംഗ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു 16 വർഷങ്ങളായിട്ട് ഞാൻ കേരളത്തിലെ സാമൂഹിക കലാ രാഷ്ട്രീയ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയാണ്. ഞാൻ എൻ്റെ പ്രൊഫഷൻ പോലും മാറ്റിവെച്ച് ഞാനൊരു സാമൂഹ്യ പ്രവർത്തക എന്ന ലേബിൾ തന്നെയാണ് ഞാൻ അറിയപ്പെടാനും ആഗ്രഹിക്കുന്നത്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികളും ഏറ്റവും കൂടുതൽ അതാണ്. കേരളത്തിലെ മൈനോറിറ്റികളായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടും ഇവിടുത്തെ ലിംഗനൈ ന്യൂനപക്ഷമായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ എല്ലായിടത്തും തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഞാൻ നിലകൊള്ളുമ്പോഴും എൻ്റെ പ്രതികരണ മനോഭാവം കൊണ്ടോ എൻ്റെ അഗ്രസീവ്നെസ് കൊണ്ടോ എന്നെ കുറ്റപ്പെടുത്തുന്നതോ എന്നെ വിമർശിക്കുന്നതിനോ എനിക്ക് തെറ്റില്ല. പക്ഷെ ഇത്രയും വലിയൊരു അലിഗേഷൻ എനിക്കെതിരെ വെക്കുമ്പോൾ ഞാൻ സമൂഹത്തിന്റെ മുമ്പിൽ ഞാനത് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത എനിക്ക് വന്നിരിക്കുകയാണ്.
ഞാൻ കുറേയൊക്കെ ചലഞ്ച് ചെയ്തുകൊണ്ട് നിന്നെങ്കിൽ ഞാൻ ആ സമയത്ത് എടുത്ത ബ്ലഡ് എൻ്റെ MDMA ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ റിപ്പോർട്ടാണ് ഇത് ഞാൻ സെൽഫായിട്ട് എടുത്താണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് DDRCയിലാണ് ചെയ്തത്. ഇതിന്റെ ആക്സസ് നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ തരാം. ഇതിന്റെ ഭാഗമായിട്ട് പൊതുസമൂഹം വെല്ലുവിളിച്ചതിന്റെ ഭാഗമായിട്ട് എൻ്റെ വീട്ടിൽ റെയ്ഡ് ഉണ്ടായി. എക്സൈസ് കമ്മീഷണറുടെ റെയ്ഡാണെന്ന്. ആ റെയ്ഡിൽ ക്ലിയർ ചീട്ടാണ് എനിക്ക് തന്നേക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് ബ്രാജിലൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള ക്ലിയർ ചീട്ട് എന്നെ ഉൾപ്പെടെ പരിശോധിച്ച് ക്ലിയർ ചീട്ട് നൽകി. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് വേറെ റോങ് ആയിട്ടുള്ള ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അവരൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇടപെട്ടിട്ട് പോയത്. ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ അടുത്ത് കോപ്പറേറ്റ് ചെയ്തതും. പക്ഷെ ഇത്തരത്തിലൊരു കാര്യം സംഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മാഭിമാന പ്രശ്നമുണ്ട്. നാളെയും ഒരാൾക്കെതിരെയും ഇതുപോലെ ഒരു വ്യാജ ആരോപണമോ അലിഗേഷനോ വരുമ്പോൾ ആരും പിന്മാറാതെ, പേടിച്ച് പിന്മാറാതെ അവരവരെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. 2.5 ആഴ്ചയായിട്ട് ഞാൻ എൻ്റെ ജോലികളൊന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ കോടതിയിലും കേസും കാര്യങ്ങളുമായിട്ട് നടക്കുകയാണ്. ജൂൺ 6-ാം തീയതി സജിൻ എന്നെ ത്രട്ടൻ ചെയ്തതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിൻ്റെ പരാതി എടുത്തതിൻ്റെ FIR-ന്റെ കോപ്പിയാണ്. ഞാൻ സമയം ലേറ്റായത് അതുകൊണ്ടാണ്. FIR-ന്റെ കോപ്പിയാണ്. ഇത് കൂടാതെ എനിക്കുള്ള വലിയ ത്രട്ടനിങ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ കൊടുത്ത രാഷ്ട്രീയപരമായിട്ട് എനിക്കുണ്ടായ അലിഗേഷനെതിരെയൊക്കെ കൊടുത്തിരിക്കുന്ന പരാതികളുടെ പ്രതികളെ ഇവർ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ പാസ്റ്റ് ഹിസ്റ്ററിയിൽ എൻ്റെ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞ എൻ്റെ വിവാഹം അവിടെ നിന്ന് തുടങ്ങി അവരുടെ ഫാമിലിയെ തുടങ്ങി ബാക്കിയുള്ള എല്ലാ പ്രതികളെയും, അതായത് ഞാൻ കൊടുത്ത പരാതിയിലെ പ്രതികളെല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് കൊട്ടേഷൻ ഉണ്ടായി. 23-ാം തീയതി നിന്ന് രാത്രി വലിയ തോതിലുള്ള ഫോണിൽ വിളിച്ചിട്ട് എന്നെ പുറത്തേക്ക് ഇറങ്ങി വരാനും എന്നെ വെട്ടിക്കീറുമെന്ന് പറഞ്ഞിട്ട് 2014 ഞാൻ കേസ് കൊടുത്ത പ്രതി എന്നെ വിളിച്ച് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഞാൻ അപ്പം തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു. അവരപ്പം തന്നെ അയാളെ വിളിച്ചപ്പോൾ പോലീസുകാരത്തെ വിളിച്ചു വരാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി ശരിക്കും എനിക്ക് ത്രട്ടൻ ഉണ്ടെന്നുള്ളത്. അങ്ങനെ അവരെൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് കാവൽ നിന്നു. ഈ പോലീസുകാരുടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടിട്ട് എനിക്കൊന്നും തന്നെ സംഭവിച്ചില്ല. പിറ്റേ ദിവസം ഞാൻ FIR ഇടാൻ വേണ്ടി കേസ് കൊടുക്കുകയും FIR ഇടുകയും ചെയ്തു. അവർ തന്നെ പബ്ലിഷ് ചെയ്തിട്ട് സജന തന്നെ പബ്ലിഷ് ചെയ്തിട്ട് ആ വിഷയം സോഷ്യൽ മീഡിയ ചർച്ചയായ സമയത്ത് അതിൽ നിന്നൊന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ കരുവാക്കിക്കൊണ്ട് ഈ വിഷയം അവരെനിക്കെതിരെ ഇട്ടത്. അതിനൊരു റീസൺ ഉണ്ടായത് റസൽ പൂക്കുട്ടിയുടെ ഭാര്യ ഈ വിഷയം അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നത്തെ പറ്റിയിട്ടും അവർക്കൊപ്പമേ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലുള്ള സ്റ്റാൻഡ് ഞാൻ എടുത്തതിന്റെ പേരിലാണ് എനിക്ക് ഇത്രയും വലിയൊരു അലിഗേഷൻ ഉണ്ടായത്. അവരുടെ പ്രൈവസികളിൽ ബന്ധപ്പെടുന്ന ഒരാളെ അല്ല. ഈ റസൽ പൂക്കുട്ടി എന്ന് പറയുന്ന ആള് ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ സൂയിസൈഡൽ അറ്റംപ്റ്റിന് ശ്രമിക്കുക, അവർ പലതരത്തിലുള്ള മാനിപ്പുലേഷൻ കാണിക്കുക, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അവർ പെട്ടെന്നൊരു സഹായം എന്നുള്ള നിലയിലാണ് നമ്മളെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാത്രമാണ് ഈ സ്ത്രീയായിട്ടുള്ള എനിക്കുള്ള ബന്ധം പോലും നടക്കുന്നത്. ഇവര് ആദ്യം തുടങ്ങുന്നത് ഇവരുടെ അക്കൗണ്ട് ഹാക്കായി എന്ന് പറഞ്ഞ ഒരു 9 weeks പ്രഗ്നൻസിന്റെ ഒരു ഫോട്ടോ ഇട്ടുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിന്റെ പുറകിൽ ഇവർ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു. അതൊരു കള്ള പരാതിയാണ്. അത് മുഖ്യമന്ത്രിയോട് തന്നെ കണ്ട സമയത്തും സാറിന് സാർ അവർ തന്ന പരാതികൾ സാർ അന്വേഷണം നടത്തണമെന്ന്. കാരണം എന്ന് വെച്ചാൽ അവരുടെ അക്കൗണ്ട് ഹാക്കായതും അവരുടെ സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്ന് ചതിക്കുകയാണെന്ന് പറഞ്ഞാൽ അവർ പരാതി കൊടുത്തത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിക്കാൻ വേണ്ടിയിട്ട് അത്ര വലിയൊരു ഫേക്കാണ് ആ സ്ത്രീ കാണിച്ചിട്ടുള്ളത്. ഒരാളും വന്ന് പറയുന്നില്ല സാർ ഞങ്ങൾക്കെതിരെ കൊടുത്ത പരാതി സാർ സ്റ്റാൻഡ് ഓൺ ചെയ്യണം. ഞാൻ പറഞ്ഞു സാർ അവർ തന്ന പരാതി അത് കാണിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവർ പറഞ്ഞു അവരുടെ അക്കൗണ്ട് ഹാക്കായത് തിരിച്ചു പിടിച്ചു കൊടുത്തത് ഷാലു എന്ന് പറഞ്ഞിട്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെന്ന് പറഞ്ഞു. അപ്പം അവരും അതെങ്ങനെയാണ് തിരിച്ചെടുത്ത് കൊടുത്തത് എന്നുള്ളത് പറയാൻ ബാധ്യസ്ഥയാണ്. അങ്ങനെ ഹാക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് സംഭവിച്ചാലോ നമുക്കറിയില്ലല്ലോ, അതെന്തായാലും നോക്കണം. അപ്പോൾ സൈബർ ലോകം ശക്തമല്ലാത്തതിൻ്റെ കാരണം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഈ സൊസൈറ്റിക്ക് മുമ്പിൽ സജന കൊണ്ടുവന്ന ആ വോയിസ് റെക്കോർഡ് ഒരു മൈനറായിട്ടുള്ള 17 വയസ്സ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ വോയിസ് റെക്കോർഡായിരുന്നു. ആ കുട്ടിക്ക് അബ്യൂസ് നേരിട്ടു എന്ന് പറഞ്ഞ് അവരുടെ ഭർത്താവിനെതിരെയുള്ള അലിഗേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ ആ വോയിസ് പബ്ലിഷ് ചെയ്തത്. ഇത് പബ്ലിഷ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയുടെ പേര്, ആ കുട്ടിയുടെ ഐഡന്റിറ്റി എല്ലാം വെളിപ്പെടുത്തുന്ന തരത്തിൽ ആ കുട്ടിയെ ഫോഴ്സ് ചെയ്ത് സംസാരിക്കുന്ന ഒരു റെക്കോർഡ് ആയതുകൊണ്ട് തന്നെ ആ ടൈമിൽ തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള പല പരാതികളും CWCക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർ അന്വേഷണം എത്രത്തോളം ആയിട്ടുണ്ടെന്നുള്ളത് അറിയില്ല. ആസ് എ സോഷ്യൽ റെസ്പോൺസിബിൾ പേഴ്സൺ എന്നുള്ള നിലയിൽ എനിക്കത് ചെയ്യേണ്ടതായിട്ട് വന്നു. പ്രത്യേകിച്ച് എൻ്റെ വിഷയങ്ങളും കൂടെ നടക്കുന്ന സാഹചര്യത്തിൽ ഇത് പലതരത്തിലും നമുക്കെതിരെയും അലിഗേഷനായിട്ട് വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടിട്ടാണ് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട്
ഞാൻ ഇതാക്കിയത്. ഇന്ന് ഞാനിവിടെ എൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഇവിടെ വന്ന് പൈസ കൊടുത്ത് ഞാനിവിടെ വന്ന് ഇരിക്കുന്ന എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു തരത്തിലും കള്ളപ്പരാതികളും കള്ള അലിഗേഷനുമായിട്ട് അല്ലെങ്കിൽ കള്ളത്തരത്തിലൂടെ മൂവ് ചെയ്യുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ടും പെട്ടെന്ന് ആലോചിച്ച് പേടിക്കാതെ സധൈര്യം മുന്നോട്ട് വന്ന് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ നിരപരാധിത്വം നമ്മൾ തെളിയിച്ച് തന്നെ ഇവിടെ നിന്ന് പോകണം. അതാണ് നമ്മൾ ഇപ്പോഴത്തെ സാമൂഹ്യ പരിസ്ഥിതി എന്ന് പറയുന്നത്. ഈ ഒരു വിഷയം ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നത്. കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. 16-ാം തീയതിയുടെ അന്ന് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിനകത്ത് ഒരു തംബ്നെയിലോട് കൂടി എനിക്കെതിരെ ഈ പറഞ്ഞ മാരകമായിട്ടുള്ള MDMA ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഒരു തംബ്നെയിലും എൻ്റെ ഫോട്ടോയും അതുപോലെ തന്നെ സജന നടത്തിയ പരാമർശവും MDMA ഉപയോഗിച്ചു, അവരുടെ വീട്ടിൽ വന്നു, അവരുടെ ആളുകളുമായിട്ട് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ ബ്ലഡ് ടെസ്റ്റിന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു, അത് ചലഞ്ച് ചെയ്തുകൊണ്ട് വിളിക്കുന്നു. എൻ്റെ ബ്ലഡ് ടെസ്റ്റ് നടത്തണം, എൻ്റെ ഹെയർ ടെസ്റ്റ് നടത്തണം, അല്ലെങ്കിൽ എൻ്റെ MDMA ഞാൻ ഉപയോഗിച്ചില്ല എന്ന് പ്രൂവ് ചെയ്യുന്ന ടെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞ് ആദ്യം ഒരു വീഡിയോ ഇടുന്നു. രണ്ടാമതൊരു വീണ്ടും വന്നിട്ട് അതൊക്കെ വിട്, നീ ടെസ്റ്റ് റിപ്പോർട്ട് ടെസ്റ്റ് നടത്ത്. ഇതിൻ്റെ പുറത്ത് ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ അടിസ്ഥാനത്തിൽ എനിക്ക് വന്നത് മാരകമായ സൈബർ ബുള്ളിങ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു 16 വർഷങ്ങളായിട്ട് ഞാൻ കേരളത്തിലെ സാമൂഹ്യ കലാ രാഷ്ട്രീയ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയാണ്. ഞാൻ എൻ്റെ പ്രൊഫഷൻ പോലും മാറ്റിവെച്ചും ഞാനൊരു സാമൂഹ്യ പ്രവർത്തക എന്ന ലേബിൾ തന്നെയാണ് ഞാൻ അറിയപ്പെടാനും ആഗ്രഹിക്കുന്നത്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികളും ഏറ്റവും കൂടുതൽ അതാണ്. കേരളത്തിലെ മൈനോറിറ്റികളായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടും ഇവിടുത്തെ ലിംഗലൈംഗിക ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ എല്ലായിടത്തും തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇങ്ങനെ ഞാൻ നിലകൊള്ളുമ്പോഴും എൻ്റെ പ്രതികരണ മനോഭാവം കൊണ്ടോ എൻ്റെ അഗ്രസീവ്നെസ് കൊണ്ടോ എന്നെ കുറ്റപ്പെടുത്തുന്നതോ എന്നെ വിമർശിക്കുന്നതിലോ എനിക്ക് തെറ്റില്ല. പക്ഷേ ഇത്രയും വലിയൊരു അലിഗേഷൻ എനിക്കെതിരെ വെക്കുമ്പോൾ ഞാൻ സമൂഹത്തിൻ്റെ മുമ്പിൽ ഞാനത് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത എനിക്ക് വന്നിരിക്കുകയാണ്. ഇത് അന്ന് തന്നെ വെല്ലുവിളിച്ചെങ്കിലും ഞാൻ കുറേയൊക്കെ ചലഞ്ച് ചെയ്തുകൊണ്ട് നിന്നെങ്കിലും ഞാൻ ആ സമയത്ത് എടുത്ത എൻ്റെ MDMA ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ റിപ്പോർട്ടാണ് ഇത് ഞാൻ സെൽഫായിട്ട് എടുത്താണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് DDRCയിലാണ് ചെയ്തത്. ഇതിൻ്റെ ആക്സസ് നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ തരാം. ഇതിൻ്റെ ഭാഗമായിട്ട് പൊതുസമൂഹം വെല്ലുവിളിച്ചതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വീട്ടിൽ റെയ്ഡുണ്ടായി. എക്സൈസ് കമ്മീഷണറുടെ റെയ്ഡാണെന്ന്. ആ റെയ്ഡിൽ ക്ലിയർ ചീട്ടാണ് എനിക്ക് തന്നേക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് വ്യാജനൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള ക്ലിയർ ചീട്ട് എന്നെ ഉൾപ്പെടെ പരിശോധിച്ച് ക്ലിയർ ചീട്ട് നൽകി. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് വേറെ റോങ് ആയിട്ടുള്ള ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അവരൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇടപെട്ടിട്ട് പോയത്. ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ അടുത്ത് കോപ്പറേറ്റ് ചെയ്തതും. പക്ഷേ ഇത്തരത്തിലൊരു കാര്യം സംഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മാഭിമാന പ്രശ്നമുണ്ട്. നാളെയും ഒരാൾക്കെതിരെയും ഇതുപോലെ ഒരു വ്യാജ ആരോപണമോ അലിഗേഷനോ വരുമ്പോൾ ആരും പേടിച്ച് പിന്മാറാതെ അവരവരെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. 2.5 ആഴ്ചയായിട്ട് ഞാൻ എൻ്റെ ജോലികളൊന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ കോടതിയിലും കേസും കാര്യങ്ങളൊക്കെയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മാരക ലഹരിയായിട്ടുള്ള MDMA അടിച്ചു, MDMA ക്യാരിയറാണ്, MDMA കുട്ടികൾക്ക് കൊടുത്തു, MDMA തിന്നാൻ കൊടുത്തു, ഇങ്ങനെയൊക്കെയുള്ള പല ആരോപണങ്ങളുടെ പുറത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുത്തെ തൂഫാൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സമയം ഇങ്ങനെ തീവ്രമായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആരുടെ മേലിലും എന്ത് ആരോപണവും നടത്താം. അതിൻ്റെ മേലിൽ ഒരു ആരോപണം കിട്ടിയാൽ മതി, അത് മീഡിയയ്ക്ക് ചർച്ച ചെയ്യാം എന്നുള്ളതിൻ്റെ പുറത്ത് ഞാനിന്നൊരു വിക്ടിമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും സുരക്ഷ ഉറപ്പ് നൽകിയ സാഹചര്യത്തിൽ ഞാൻ ഇരിക്കുന്നതിൽ എനിക്ക് ഭയങ്കര വലിയൊരു അഭിമാനമുണ്ട്. കാരണം ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി, അതുപോലെ ഹോം മിനിസ്റ്റർ, അതുപോലെ തന്നെ എക്സൈസ് വകുപ്പ് മന്ത്രി, ഇവരെയൊക്കെ ഞാൻ കാണുകയുണ്ടായി. അവിടെ നിന്നൊക്കെ അവരെനിക്ക് തിരിച്ചു തന്ന ഒരു ഉറപ്പും ഒരു വിശ്വാസവുമാണ് ഞാനിവിടെ അഭിമാനത്തോടുകൂടി ഇരിക്കുന്നത്. എന്നാൽ തന്നെയും എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയത്തിൻ്റെ തുടങ്ങുന്നത് ഒരു 16-ാം തീയതി, ജൂൺ 16-ാം തീയതി സജന നൂർ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് എനിക്കെതിരെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിനകത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചാനലിൽ തംബ്നെയിലോട് കൂടി കറക്റ്റാണോ? ഓക്കെ.
16-ാം തീയതി ഇടന്ന് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിനകത്ത് ഒരു തംനെയിലോട് കൂടി എനിക്കെതിരെ ഈ പറഞ്ഞ മാരകമായിട്ടുള്ള MDMA ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഒരു തംനെയിലും എൻ്റെ ഫോട്ടോയും അതുപോലെ തന്നെ സജന നടത്തിയ പരാമർശവും MDMA ഉപയോഗിച്ചു, അവരുടെ വീട്ടിൽ വന്നു, അവരുടെ ആളുകളുമായിട്ട് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ ബ്ലഡ് ടെസ്റ്റിന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു, അത് ചലഞ്ച് ചെയ്തുകൊണ്ട് വിളിക്കുന്നു. എൻ്റെ ബ്ലഡ് ടെസ്റ്റ് നടത്തണം, എൻ്റെ ഹെയർ ടെസ്റ്റ് നടത്തണം, അല്ലെങ്കിൽ എൻ്റെ MDMA ഞാൻ ഉപയോഗിച്ചില്ല എന്ന് പ്രൂവ് ചെയ്യുന്ന ടെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞ് ആദ്യം ഒരു വീഡിയോ ഇടുന്നു. രണ്ടാമത് വീണ്ടും വന്നിട്ട് അതൊക്കെ വിട്, നീ ടെസ്റ്റ് റിപ്പോർട്ട് ടെസ്റ്റ് നടത്ത്. ഇതിൻ്റെ പുറത്ത് ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ അടിസ്ഥാനത്തിൽ എനിക്ക് വന്നത് മാരകമായ സൈബർ ബുള്ളിങ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു 16 വർഷങ്ങളായിട്ട് ഞാൻ കേരളത്തിലെ സാമൂഹ്യ കലാ രാഷ്ട്രീയ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയാണ്. ഞാൻ എൻ്റെ പ്രൊഫഷൻ പോലും മാറ്റിവെച്ചും ഞാനൊരു സാമൂഹ്യ പ്രവർത്തക എന്ന ലേബിൾ തന്നെയാണ് ഞാൻ അറിയപ്പെടാനും ആഗ്രഹിക്കുന്നത്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികളും ഏറ്റവും കൂടുതൽ അതാണ്. കേരളത്തിലെ മൈനോറിറ്റികളായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടും ഇവിടുത്തെ ലിംഗലൈംഗിക ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ എല്ലായിടത്തും തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇങ്ങനെ ഞാൻ നിലകൊള്ളുമ്പോഴും എൻ്റെ പ്രതികരണ മനോഭാവം കൊണ്ടോ എൻ്റെ അഗ്രസീവ്നെസ് കൊണ്ടോ എന്നെ കുറ്റപ്പെടുത്തുന്നതോ എന്നെ വിമർശിക്കുന്നതിലോ എനിക്ക് തെറ്റില്ല. പക്ഷേ ഇത്രയും വലിയൊരു അലിഗേഷൻ എനിക്കെതിരെ വെക്കുമ്പോൾ ഞാൻ സമൂഹത്തിൻ്റെ മുമ്പിൽ ഞാനത് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത എനിക്ക് വന്നിരിക്കുകയാണ്. ഇത് അന്ന് തന്നെ വെല്ലുവിളിച്ചെങ്കിലും ഞാൻ കുറേയൊക്കെ ചലഞ്ച് ചെയ്തുകൊണ്ട് നിന്നെങ്കിലും ഞാൻ ആ സമയത്ത് എടുത്ത എൻ്റെ MDMA ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ റിപ്പോർട്ടാണ് ഇത് ഞാൻ സെൽഫായിട്ട് എടുത്താണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് DDRCയിലാണ് ചെയ്തത്. ഇതിൻ്റെ ആക്സസ് നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ തരാം. ഇതിൻ്റെ ഭാഗമായിട്ട് പൊതുസമൂഹം വെല്ലുവിളിച്ചതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വീട്ടിൽ റെയ്ഡുണ്ടായി. എക്സൈസ് കമ്മീഷണറുടെ റെയ്ഡാണെന്നത്. ആ റെയ്ഡിൽ ക്ലിയർ ചീട്ടാണ് എനിക്ക് തന്നേക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് വ്യാജനൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള ക്ലിയർ ചീട്ട് എന്നെ ഉൾപ്പെടെ പരിശോധിച്ച് ക്ലിയർ ചീട്ട് നൽകി. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് വേറെ റോങ് ആയിട്ടുള്ള ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അവരൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇടപെട്ടിട്ട് പോയത്. ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ അടുത്ത് കോപ്പറേറ്റ് ചെയ്തതും. പക്ഷേ ഇത്തരത്തിലൊരു കാര്യം സംഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മാഭിമാന പ്രശ്നമുണ്ട്. നാളെയും ഒരാൾക്കെതിരെയും ഇതുപോലെ ഒരു വ്യാജ ആരോപണമോ അലിഗേഷനോ വരുമ്പോൾ ആരും പേടിച്ച് പിന്മാറാതെ അവരവരെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. 2.5 ആഴ്ചയായിട്ട് ഞാൻ എൻ്റെ ജോലികളൊന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ കോടതിയിലും കേസും കാര്യങ്ങളുമായിട്ട് നടക്കുകയാണ്. ജൂൺ 6-ാം തീയതി സജിൻ എന്നെ ത്രെട്ടൻ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി എടുത്തതിൻ്റെ FIRൻ്റെ കോപ്പിയാണ്. ഞാൻ സമയം ലേറ്റായത് അതുകൊണ്ടാണ്. FIRൻ്റെ കോപ്പിയാണ്. ഇത് കൂടാതെ എനിക്കുള്ള വലിയ ത്രെട്ടനിങ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ കൊടുത്ത രാഷ്ട്രീയപരമായിട്ട് എനിക്കുണ്ടായ അലിഗേഷനെതിരെയൊക്കെ കൊടുത്തിരിക്കുന്ന പരാതികളുടെ പ്രതികളെ ഇവർ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ പാസ്റ്റ് ഹിസ്റ്ററിയിൽ എൻ്റെ ചൈൽഡ്ഹുഡിൽ നടന്ന എൻ്റെ വിവാഹം അവിടെ നിന്ന് തുടങ്ങി അവരുടെ ഫാമിലിയെ തുടങ്ങി ബാക്കിയുള്ള എല്ലാ പ്രതികളെയും, അതായത് ഞാൻ കൊടുത്ത പരാതിയിലെ പ്രതികളെല്ലാവരും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് കൊട്ടേഷൻ ഉണ്ടായി. 23-ാം തീയതി തന്നെ രാത്രി വലിയ തോതിലുള്ള ഫോണിൽ വിളിച്ചിട്ട് എന്നെ പുറത്തേക്ക് ഇറങ്ങി വരാനും എന്നെ വെട്ടിക്കീറുമെന്നും പറഞ്ഞിട്ട് 2014 ഞാൻ കേസ് കൊടുത്ത പ്രതി എന്നെ വിളിച്ച് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഞാൻ അപ്പം തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു. അവരപ്പം തന്നെ അയാളെ വിളിച്ചപ്പോൾ പോലീസുകാരെ തെറി വിളിച്ചു അയാൾ. അപ്പോൾ അവർക്ക് മനസ്സിലായി ശരിക്കും എനിക്ക് ത്രെട്ടൻ ഉണ്ടെന്നുള്ളത്. അങ്ങനെ അവരെൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് കാവൽ നിന്നു. ഈ പോലീസുകാരുടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടിട്ട് എനിക്കൊന്നും തന്നെ സംഭവിച്ചില്ല. പിറ്റേ ദിവസം ഞാൻ FIR ഇടാൻ വേണ്ടി കേസ് കൊടുക്കുകയും FIR ഇടുകയും ചെയ്തു. ഞാൻ ആദ്യം തന്നെ 16-ാം തീയതി തന്നെ സജിൻ എനിക്കെതിരെ നടത്തിയ പരാമർശവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ കമ്മീഷണർക്ക് കൊടുത്ത പരാതിയുടെ കോപ്പിയാണിത്. അവിടെ കമ്മീഷൻ ഓഫീസിൽ ഒരു പരാതി കിടപ്പുണ്ട്. ഇത് 2ാമത് ഞാൻ കൊടുത്തതാണ്. കാരണം ഇത് എൻ്റെ ത്രെട്ടനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ കൊടുത്ത പരാതിയാണ്. കമ്മീഷൻ ഓഫീസിൽ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ അതിവേഗം തന്നെ ആ കാര്യങ്ങളിൽ ഒരു അന്വേഷണം നടത്തുകയും എനിക്ക് നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇരിക്കുകയാണ് ഈ വിഷയത്തിൽ. അതുപോലെ ഞാൻ കോടതിയിൽ എൻ്റെ അഡ്വക്കേറ്റ് മുരളി സാറാണ്, വള്ളക്കടവ് മുരളി സാറാണ്. സാറിൻ്റെ കയ്യിൽ ഞാൻ ഡിഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് എൻ്റെ അടുത്തുണ്ടാകുന്ന ഒരു പ്രശ്നം, ശരിക്കും ഈ സജനയ്ക്ക് എൻ്റെ അടുത്തുണ്ടായ ഇഷ്യൂ എന്ന് പറയുന്നത് റസുൽ പൂക്കുട്ടി സജന 2 പേര് തമ്മിലുള്ള ബന്ധം
അവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ബന്ധം അത് സമൂഹ മാധ്യമങ്ങളിൽ അവർ തന്നെ പബ്ലിഷ് ചെയ്തിട്ട് സജിന തന്നെ പബ്ലിഷ് ചെയ്തിട്ട് ആ വിഷയം സോഷ്യൽ മീഡിയ ചർച്ചയായ സമയത്ത് അതിൽ നിന്നൊന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ കരുവാക്കിക്കൊണ്ട് ഈ വിഷയം അവരെനിക്കെതിരെ ഇട്ടത്. അതിനൊരു റീസൺ ഉണ്ടായത് റസൽ പൂക്കുട്ടിയുടെ ഭാര്യ ഈ വിഷയം അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നത്തെ പറ്റിയിട്ടും അവർക്കൊപ്പമേ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലുള്ള സ്റ്റാൻഡ് ഞാൻ എടുത്തതിൻ്റെ പേരിലാണ് എനിക്ക് ഇത്രയും വലിയൊരു അലിഗേഷൻ ഉണ്ടായത്. അവരുടെ പ്രൈവസികളിൽ ബന്ധപ്പെടുന്ന ഒരാളെ അല്ല. ഈ റസൽ പൂക്കുട്ടി എന്ന് പറയുന്ന ആൾ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ സൂയിസൈഡൽ അറ്റംപ്റ്റിന് ശ്രമിക്കുക, അവർ പലതരത്തിലുള്ള മാനിപ്പുലേഷൻ കാണിക്കുക, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അവർ പെട്ടെന്നൊരു സഹായം എന്നുള്ള നിലയിലാണ് നമ്മളെയൊക്കെ വിളിച്ചുകൊണ്ടുണ്ടായിരുന്നത്. അങ്ങനെ മാത്രമാണ് ഈ സ്ത്രീയായിട്ടുള്ള എനിക്കുള്ള ബന്ധം പോലും നടക്കുന്നത്. ഇവർ ആദ്യം തുടങ്ങുന്നത് ഇവരുടെ അക്കൗണ്ട് ഹാക്കായി എന്ന് പറഞ്ഞൊരു 9 weeks പ്രഗ്നൻസിൻ്റെ ഒരു ഫോട്ടോ ഇട്ടുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിൻ്റെ പുറകിൽ ഇവർ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു. അതൊരു കള്ളപ്പരാതിയാണ്. അത് മുഖ്യമന്ത്രിയോട് തന്നെ കണ്ട സമയത്തും സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ അവർ തന്ന പരാതിന്മേൽ സാർ അന്വേഷണം നടത്തണമെന്ന്. കാരണം എന്ന് വെച്ചാൽ അവരുടെ അക്കൗണ്ട് ഹാക്കായെന്നും അവരുടെ സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്ന് ചതിക്കുകയാണെന്നും പറഞ്ഞാണ് അവർ പരാതി കൊടുത്തത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അത്ര വലിയൊരു ഫേക്കാണ് ആ സ്ത്രീ കാണിച്ചിട്ടുള്ളത്. ഒരാളും വന്ന് പറയില്ലല്ലോ സാർ ഞങ്ങൾക്കെതിരെ കൊടുത്ത പരാതി സാർ സ്റ്റാൻഡ് ഓൺ ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു സാർ അവർ തന്ന പരാതി അത് കാണിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവർ പറഞ്ഞു അവരുടെ അക്കൗണ്ട് ഹാക്കായത് തിരിച്ചു പിടിച്ചു കൊടുത്തത് ഷാലു എന്ന് പറഞ്ഞിട്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെന്ന് പറഞ്ഞു. അപ്പം അവരും അതെങ്ങനെയാണ് തിരിച്ചെടുത്ത് കൊടുത്തത് എന്നുള്ളത് പറയാൻ ബാധ്യസ്ഥയാണ്. അങ്ങനെ ഹാക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് സംഭവിച്ചാലോ, നമുക്കറിയില്ലല്ലോ. അതെന്തായാലും നോക്കണം. അപ്പം പിന്നുള്ളതെന്ന് വെച്ചാൽ ഓക്കെ ഇനിയുള്ളതെന്ന് വെച്ചാൽ സൊസൈറ്റിയുടെ മുമ്പിൽ സജിന ഒരു വോയിസ് റെക്കോർഡ് കൊണ്ടുവന്നായിരുന്നു. ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഷഫീന ബീവി എന്ന് പറയുന്ന ഒരു ലേഡി ഏകദേശം കേരളത്തിൽ 48ഓളം സ്ത്രീകളുടെ പരാതികളും ടോട്ടൽ പരാതികൾ ഒരു 86ഓളം പരാതികൾ ഈ ഷഫീന ബീവി എന്ന് പറയുന്ന വ്ളോഗർക്കെതിരെ സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതികളായിട്ടുണ്ട്. സൈബറിൽ മാത്രമല്ല ക്രൈമും ഇട്ടിട്ടുണ്ട് ഈ സ്ത്രീക്കെതിരെ. ഈ സ്ത്രീ കേരളത്തിലെ ഒട്ടുമിക്ക മനുഷ്യരെയും പബ്ലിക് ഫിഗർ ആയിട്ടുള്ള ആരെ കിട്ടിയാലും വളരെ വൃത്തികെട്ട രീതിയിൽ അവരുടെ വീട്ടുകാരെ ചേർത്ത് തെറി വിളിച്ചുകൊണ്ട് മാത്രമാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ എല്ലാ പ്രസൻറ്റും നടത്തുന്നത്. കുടുംബത്തിനകത്തുള്ള അച്ഛൻ, മക്കൾ ഇവരെയൊക്കെ കണക്ട് ചെയ്തിട്ടായിരിക്കും ഇവരുടെ വൾഗാരിറ്റി ഇവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പല ആവർത്തി സൈബർ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടും സൈബർ പോലീസിന് ഒന്നും ചെയ്യാൻ തന്നെ സാധിച്ചിട്ടില്ല ഈ സ്ത്രീകൾക്കെതിരെ. സൈബർ ലോകൾ ശക്തമല്ലാത്തതിൻ്റെ കാരണം കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. ഈ സൊസൈറ്റിക്ക് മുമ്പിൽ സജിന കൊണ്ടുവന്ന ആ വോയിസ് റെക്കോർഡ് ഒരു മൈനറായിട്ടുള്ള 17 വയസ്സ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ വോയിസ് റെക്കോർഡായിരുന്നു. ആ കുട്ടിക്ക് അബ്യൂസ് നേരിട്ടു എന്ന് പറഞ്ഞ് അവരുടെ ഭർത്താവിനെതിരെയുള്ള അലിഗേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ ആ വോയിസ് പബ്ലിഷ് ചെയ്തത്. ഇത് പബ്ലിഷ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയുടെ പേര്, ആ കുട്ടിയുടെ ഐഡൻറ്റിറ്റി എല്ലാം വെളിപ്പെടുത്തുന്ന തരത്തിൽ ആ കുട്ടിയെ ഫോഴ്സ് ചെയ്ത് സംസാരിക്കുന്ന ഒരു റെക്കോർഡ് ആയതുകൊണ്ട് തന്നെ ആ ടൈമിൽ തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള പല പരാതികളും CWCക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർ അന്വേഷണം എത്രത്തോളം ആയിട്ടുണ്ടെന്നുള്ളത് അറിയില്ല. ആസ് എ സോഷ്യൽ റെസ്പോൺസിബിൾ പേഴ്സൺ എന്നുള്ള നിലയിൽ എനിക്കത് ചെയ്യേണ്ടതായിട്ട് വന്നു. പ്രത്യേകിച്ച് എൻ്റെ വിഷയങ്ങളും കൂടെ നടക്കുന്ന സാഹചര്യത്തിൽ ഇത് പലതരത്തിലും നമുക്കെതിരെയും അലിഗേഷനായിട്ട് വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടിട്ടാണ് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഞാൻ ഇതാക്കിയത്. ഇന്ന് ഞാനിവിടെ എൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഇവിടെ വന്ന് പൈസ കൊടുത്ത് ഞാനിവിടെ വന്ന് ഇരിക്കുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു തരത്തിലും കള്ളപ്പരാതികളും കള്ള അലിഗേഷനുമായിട്ട് അല്ലെങ്കിൽ കള്ളത്തരത്തിലൂടെ മൂവ് ചെയ്യുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ടും പെട്ടെന്ന് ആലോചിച്ച് പേടിക്കാതെ സധൈര്യം മുന്നോട്ട് വന്ന് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ നിരപരാധിത്വം നമ്മൾ തെളിയിച്ച് തന്നെ ഇവിടെ നിന്ന് പോകണം. അതാണ് നമ്മളിപ്പോഴത്തെ സാമൂഹ്യ പരിസ്ഥിതി എന്ന് പറയുന്നത്. ഈ ഒരു വിഷയം ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നത്. കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.